ഫൈനലി നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റിന്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു. നോക്കിക്കേ എന്തുമാത്രം ക്ലോസറ്റ് ആയിരിക്കുന്നതെന്ന് നോക്കിയേ. നോക്കിയേ നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റുകൾ ഉണ്ടല്ലോ ഫുള്ള് ഇങ്ങനെ അടുക്കി ഇട്ടേക്കാണ് കേട്ടോ. എന്ത് മാത്രം നോക്കിയേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയോ? ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോസറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇത് ഗുജറാത്തിലെ മോർബി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഈ വീഡിയോ ചിത്രീകരിക്കാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ കേരളക്കാരനായ നമ്മുടെ ഷിഹാബായുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. കമ്പനിയുടെ പേര് സോയോ ബാത്ത് വയർ. ഈ കമ്പനി വന്നിട്ടാണ് നമ്മളിപ്പോ ഇത് യൂറോപ്യൻ ക്ലോസറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് നേരെ നമ്മൾ കമ്പനിക്ക് അകത്ത് പോയി നമ്മൾ ഷിഹാബായോട് തന്നെ ഇതിന്റെ ഓരോ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പോവാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നേരെ കമ്പനിക്കകത്ത്. ഇതാണ് നമ്മുടെ ഷിഹാബായ്, നമ്മുടെ മലപ്പുറംകാരനാണ് കേട്ടോ. നമ്മുടെ സോയോ ബാത്ത് വയറിന്റെ ഓണറാണ്. ഇതിപ്പോ ഗുജറാത്തിൽ നമ്മൾ മോർബിയിലാണ് എത്തിയിരിക്കുന്നത്. ഈ കമ്പനിയിൽ നമ്മളുണ്ടല്ലോ എങ്ങനെയാണ് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടാക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പരിചയപ്പെടാനായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏറ്റവും വിശദ കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. തീർച്ചയായും നമുക്ക് നേരെ കമ്പനിയുടെ അകത്തേക്ക് പോകാം. നമ്മൾ നേരെ കമ്പനിയുടെ അകത്തേക്ക് പോയത് ഷിഹാബ് സാർ ഏറ്റവും വിശദ കാര്യങ്ങൾ പറഞ്ഞു തരാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നേരെ കമ്പനിയുടെ അകത്ത് കേട്ടോ പോവാണ്. എല്ലാ കാര്യങ്ങളും നമ്മളങ്ങ് പരിചയപ്പെടാൻ പോവാണ്. യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും ഫസ്റ്റ് പ്രോസസ് എന്താണ്? ഫസ്റ്റ് പ്രോസസ് റോ മെറ്റീരിയൽസ് ആണ്. റോ മെറ്റീരിയൽസ് ഇതാണ് ചൈന ക്ലേ എന്ന് പറയുന്നത്. ചൈന ക്ലേ, ടാൻ ക്ലേ എന്ന് പറയും. ഇത് രണ്ടും കൂടി ഈ വണ്ടിയിൽ വെച്ചിട്ട് നേരെ നമ്മുടെ കറുപ്പ് നിറത്തിൽ. അതെ അതെ അതെ, ഇത് രണ്ടും എന്ത് ചെയ്യണം? ഈ വണ്ടിയിൽ എടുത്തിട്ട് നേരെ നമ്മുടെ ഹോപ്പറിലേക്ക് കൊണ്ടിട്ട് അത് മിക്സ് ചെയ്യും. അത് മിക്സ് ചെയ്യും, നല്ലോണം പൊടിച്ചെടുക്കും. ഹോപ്പറിൽ പൊടിച്ചെടുത്ത റോ മെറ്റീരിയലിൻ്റെ കൂടെ നമ്മൾ കെമിക്കലും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നമ്മുടെ കൺവെയർ ബെൽറ്റിൽ കൂടെ നേരെ ബോയിൽ മില്ലിലേക്ക് പോയി ഇത് വീഴുവാണ്. ഇത് ഈ കാണുന്ന കറങ്ങുന്ന ഈ മെഷീൻ ഉണ്ടല്ലോ, ഇതാണ് ബോയിൽ മില്ല് എന്ന് പറയും. ഈ ബോയിൽ മില്ലിലേക്ക് വെള്ളവും റോ മെറ്റീരിയലും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിംഗ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ബോയിൽ മില്ലിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ക്ലേ ഇത് ഒരു പൈപ്പ് ലൈൻ വഴി ഫിൽറ്ററിലേക്ക് എത്തിച്ചേർന്നു. ഫിൽട്ടർ ചെയ്തെടുത്ത ക്ലേ ഇത് 80 ടൺ കപ്പാസിറ്റി ഉള്ള ഈ ഒരു ടാങ്കിലേക്ക് നിക്ഷേപിക്കുകയാണ്. ഇത് ഭൂമിക്കടിയിലാണ് കേട്ടോ ഈ ഒരു ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ ടാങ്കിൽ നിന്ന് പമ്പ് മുഖാന്തരം കമ്പനിയുടെ ഉൾഭാഗത്ത് നല്ല ഉയരത്തിലൊരു ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് ക്ലേ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ടാങ്കിൽ നിന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് പൈപ്പ് മുഖാന്തരം ക്ലേ എത്തിച്ചേർന്നു. യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഫസ്റ്റ് മോൾഡ് സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇതേ മോൾഡ് സെറ്റ് ചെയ്യുവാണ്. ഇതാണ് ക്ലോസറ്റിന്റെ അകത്തെ ഒരു ഭാഗത്തിന്റെ ആ ഒരു ഷേപ്പാണ് കേട്ടോ ഈ കാണുന്നത് ഫുള്ള്.
1 2 3 4 5 ഇത്രയും പൈപ്പിൽ കൂടെയാണ് ഈ മോൾഡിലേക്കുള്ള ക്ലേ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ക്ലോസറ്റിന്റെ മോൾ ഭാഗത്തുള്ള ടാങ്കിന്റെ ഡൈ ആണ് ഇതിപ്പോ ഈ സെറ്റ് ചെയ്തത്. ഇതിലേക്ക് ഇനി ക്ലേ ഒഴിച്ചു കൊടുക്കുവാണ്. അഞ്ച് മണിക്കൂറിന് ശേഷം നമ്മളിത് മോൾഡ് ഫുള്ള് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് ഫാനിന്റെ ചോട്ടിൽ തന്നെ ഒരു 6-7 ദിവസത്തോളം ഇത് കാറ്റടിച്ച് നല്ലതുപോലെ ഉണങ്ങാനായിട്ട് വെക്കും. ദിവസം ഫാനിന്റെ അടിയിൽ ഉണങ്ങാൻ വെച്ച ബോഡിയും ടാങ്കും യോജിപ്പിക്കാൻ വേണ്ടി ഇത് ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോയി വെക്കുവാണ്. അതിനുശേഷം നമ്മൾ ഫ്ലഷ് ടാങ്കിൽ നിന്ന് വെള്ളം പോകാനായിട്ടുള്ള ഒരു ഹോളും കൂടെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ കട്ട് ചെയ്യാനായിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഫ്ലഷ് ടാങ്കിന്റെ ഹോള് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ഫ്ലഷ് ടാങ്ക് ഇത് നമ്മുടെ ബോഡി ആയിട്ടങ്ങ് യോജിപ്പിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റിന്റെ ഒരു ഫൈനൽ രൂപമായി കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് നല്ലതുപോലെ ഇതിന്റെ പൊടികളും മറ്റ് വേസ്റ്റുകളൊക്കെ ഇതിന്റെ അകത്തുനിന്ന് നല്ലതുപോലെ തൂത്തത് ക്ലീൻ ചെയ്ത് ഫൈനൽ ടെസ്റ്റുകളിലേക്കാണ് ഇപ്പം പോകുന്നത്. ഡാമേജ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് ലൈറ്റൊക്കെ അടിച്ച് ഇതുപോലെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. ഫൈനലി ഇനി മിനുക്ക് പണികളിലായല്ലേ? ഫൈനൽ കോട്ടിംഗ് നമ്മൾ ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ നടന്ന് എത്തി ലാസ്റ്റ് എത്തുന്ന ഒരു കോട്ടിങ്ങിലാണ് ഫൈനൽ UCC കോട്ടിംഗ്. അവിടത്തേക്കാണ് ഇനിയിപ്പോ നമ്മൾ അടുത്തത് UCC കോട്ടിംഗ് ആണ്. നമ്മുടെ ബാത്റൂമിന് നല്ല വൈറ്റ് കളറ് തിളങ്ങുന്ന കളർ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. UCC കോട്ടിങ് കഴിഞ്ഞ ഉടനെ നമ്മളിത് ഹീറ്റിംഗ് ടണലിലേക്ക് നമ്മുടെ ഈ യൂറോപ്യൻ ക്ലോസറ്റിനെ സ്റ്റാൻഡിലേക്ക് എടുത്തു വെച്ച് നമ്മൾ കയറ്റി വിടുകയാണ്. അത് ഈ ഹീറ്റിംഗ് ടണലിൽ 85 മീറ്ററോളം സഞ്ചരിച്ച് 60 മണിക്കൂർ കണ്ടാണ് നമ്മുടെ ഇത് അവസാനം ഇത് നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റ് പുറത്തേക്ക് എത്തുന്നത്.
ക്ലോസറ്റ് ഇത് റെഡി ആയി വരാനാ. എന്ന് വെച്ചാൽ നമ്മുടെ ഫർണസിന്റെ അകത്തുനിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇതിന്റെ എൻഡിങ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടി എത്ര മണിക്കൂർ? 62 മണിക്കൂർ. 62 മണിക്കൂർ. 1400 ഡിഗ്രി ചൂടിലാണ് ഇത് കേട്ടോ ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. നോക്കിയേ, നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റുകൾ ഉണ്ടല്ലോ ഫുള്ള് ഇങ്ങനെ ഇത് അടുക്കി ഇട്ടേക്കാണ് കേട്ടോ. എന്ത് മാത്രം നോക്കിയേ. ഫൈനലി നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റ് ഇത് പല സൈസിലുള്ളത് ഇത് എല്ലാം റെഡിയായി അല്ലേ? എന്താ ലാസ്റ്റ് ഫൈനൽ നമുക്കിവിടെ ഒരു ബോളൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഇതിന്റെ ഫ്ലഷിങ് ചെക്ക് ചെയ്യാണ്ട്. ഓ, ഇതിൽ ഫ്ലഷ് അടിക്കുന്ന കൃത്യമായിട്ട് ഫ്ലഷിങ് റെഡി ആകുന്നതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ അടുത്തുണ്ടല്ലോ ഈ യൂറോപ്യൻ ക്ലോസറ്റിന്റെ അതുണ്ടല്ലോ കറക്റ്റ് വാട്ടർ ടെസ്റ്റ് എല്ലാം ക്ലിയർ ആകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എല്ലാം പ്രോപ്പറായി പോകുന്നുണ്ട് എന്നറിയുന്ന ടെസ്റ്റ് അല്ലേ? ഇതേ നമ്മുടെ ഫ്ലഷ് ടാങ്കിന്റെ വെള്ളമൊക്കെ ഞെക്കി കഴിഞ്ഞ് നമ്മൾ ഫ്ലഷ് അടിക്കുകയില്ല, അതിന്റെ ഫിറ്റിങ്സ് ആണ്. ഇത് സെറ്റ് ചെയ്യുവാണ്. ഇന്നർ ഫിറ്റിംഗ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് ബോൾ ഇട്ട് ടെസ്റ്റിംഗ് നടത്താനായിട്ട് പോവുകയാണ്. അതാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടർ ടെസ്റ്റ് എല്ലാം നടത്തി കഴിഞ്ഞു. എല്ലാം ഓക്കെയാണ് കേട്ടോ, നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനം ഇത് ഫ്ലഷ് ബട്ടണും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇത് ക്ലോസറ്റിൻ്റെ പണി ഏകദേശം തീർന്നു. നമ്മുടെ ക്ലോസറ്റ് റെഡിയായി. ഇനി ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്യുക, അതാണ് അടുത്ത പണി. ഈ ഒരു ക്ലോസറ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു ഉണ്ടല്ലോ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈമിലെ ഒരു പ്രോസസ്സിങ് തന്നെയാണ്. കാണേണ്ട ഒരു അത്ഭുതകരമായ ഒരു പ്രോസസ്സിങ് തന്നെ കേട്ടോ. ഈ ഒരു ക്ലോസറ്റിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്, ഇത് പൊട്ടാതെ അത്ര ബലത്തോടെ ഇത് ഇരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നല്ലൊരു പ്രോസസ്സിങ്ങിൽ ഇതിന്റെ പണികളെല്ലാം നടക്കുന്നത് തന്നെ. യൂറോപ്യൻ ക്ലോസറ്റ് അതുപോലെ തന്നെ വാഷ് ബേസിൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ മെയിനായിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഈ വീഡിയോയിലൂടെ കാട്ട് ചെയ്ത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സംരംഭങ്ങളൊക്കെ ഏതൊക്കെയാണ്? നാട്ടിൽ നമുക്ക് ഒരുപാട് ബ്രാൻഡ് സ്റ്റുഡിയോകളുണ്ട്. ബ്രാൻഡ് സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. സോയുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റുകൾ ഒരുപാടുണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് നാട്ടിലെ നമ്മുടെ ബ്രാൻഡ് സ്റ്റുഡിയോയും കൂടെ ഒന്ന് നമുക്ക് കണ്ടുവരാം. നാട്ടില് സോയയുടെ ബ്രാൻഡ് സ്റ്റുഡിയോയിലാണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മുടെ ഈ ഒരു ബ്രാൻഡ് സ്റ്റുഡിയോ ഉണ്ട്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പണ്ട് കാലങ്ങളിൽ ആളുകൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കണമെങ്കിൽ കടകളിൽ വന്നിട്ട് ചോദിക്കുമ്പോൾ അവർ കൃത്യമായ ബ്രോഷറോ കാര്യങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. ഇന്ന് ആളുകൾക്ക് കാലങ്ങൾ മാറി, അവർക്ക് പിന്നെ ടച്ച് ആൻഡ് ഫീൽ, അതുപോലെ തന്നെ വിസിബിലിറ്റി, അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഡയറക്റ്റ് വാങ്ങിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഫാമിലി വന്നിട്ട് അവർക്ക് അവിടെ ഏതാണ് പ്രോഡക്റ്റ് എന്നുള്ളത് അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഈ ബ്രാൻഡ് സ്റ്റുഡിയോയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്രാൻഡ് സ്റ്റുഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞു കേട്ടോ. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഇതിൽ നിന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നെ ഒത്തിരി പേര് എന്നെ വിളിക്കാറുണ്ട്, ഫോണിൽ വിളിക്കാറുണ്ട്, വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഐഡിയ ആണ് നമുക്ക് എന്ത് ചെയ്യണം, സോയോ മൈ സ്റ്റോർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ വലിയൊരു എമൗണ്ട് നമുക്ക് വേണം. ഇവിടെ നമ്മൾ സോയോ മൈ സ്റ്റോർ എന്തെങ്കിലും അവർക്ക് ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യും, സ്റ്റോക്ക് കംപ്ലീറ്റ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള നല്ല ഷോറൂമുകൾ നമ്മൾ ഒരുക്കി കൊടുക്കും. നമ്മുടെ അതിനുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും, മാർക്കറ്റ് സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും അവർക്ക് നല്ല റൂംസ് കിട്ടുകയാണെങ്കിൽ 1, 2, 3 എത്ര വേണമെങ്കിലും നമുക്ക് അതിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ പോർട്ടബിൾ സിസ്റ്റത്തിൽ ഷോറൂം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പോർട്ടബിൾ ഷോറൂമാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഫാക്ടറിയിൽ വെച്ചിട്ട് നമുക്ക് ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എവിടെയാണോ നാളെ ഇനോഗ്രേഷൻ ആണ് ഇന്ന് അവിടെ കൊണ്ടുവെക്കുന്ന രീതിയിലുള്ള ഒരു പോർട്ടബിൾ ഷോറൂം നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. അതും ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അത് അവർക്ക് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിന് ഏറ്റവും വലിയ ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചർ അതുപോലെ തന്നെ എൻഡ് യൂസർ അടുത്താണ് നമ്മുടെ സ്റ്റോറൂടെ, വേറെ ഇടനിലക്കാരില്ല. അതുകൊണ്ട് കസ്റ്റമറും അതിന്റെ ഗുണം കിട്ടും, അതുപോലെ തന്നെ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കും അതിന്റെ ഗുണം കിട്ടും. നമ്മളിപ്പോ ഇത് ഫാക്ടറിയുടെ ഫുള്ള് വർക്കുകളും അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡ് സ്റ്റുഡിയോയും ഒക്കെ കണ്ടു കേട്ടോ. ഈ ഒരു വീഡിയോ ഒക്കെ ഫുള്ള് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യവും ഏറ്റവും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമ്മുടെ
ഷിഹാബായിയോടും പ്രത്യേകമായ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇതിന്റെയൊക്കെ പുറകില് എത്ര ആൾക്കാരുടെ അധ്വാനവും കഷ്ടപ്പാടും ഉണ്ട് അല്ലെ? തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടും അധ്വാനത്തിലുമാണ് നമ്മുടെ ഈ ഒരു ക്ലോസറ്റും അതുപോലെ തന്നെ ഈ ഫിറ്റിംഗ്സ് ഫുള്ള് നമ്മുടെ ഇവിടെ പണി തീർന്നിരിക്കുന്നത്. സോയ ബാത്ത്വെയറിന്റെ കമ്പനിയുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. എങ്ങനെയാണ് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.